അഭിഷേകിന്റെയും ദിവനയുടെയും 7th അറ്റംപ്റ്റ് ആണ് 2024 സീസൺ എന്ന് പറയുന്നത്. കാരണം നമ്മളിപ്പോ ഒരു ഹയർ സ്റ്റഡീസ് ആണെങ്കിലും അത്ര ടൈം എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ ജോബിന് വേണ്ടി പിന്നെയും പ്രിപ്പയർ ചെയ്യണം. നമുക്ക് എന്താണോ താല്പര്യം എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇതിലേക്ക് ഓരോ കാര്യങ്ങളിലേക്ക് ഇറങ്ങാൻ. ഞാൻ ബിടെക് ആണ്. ഇപ്പൊ സോഫ്റ്റ്വെയറിലൊക്കെ കയറിയ ആൾക്കാർ അതിന്റെ ഒരു പ്രഷർ പ്രഷർ കാര്യമൊക്കെ പറയാറുണ്ട്. എന്റെ ആ ഒരു 2023 കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം എനിക്ക് അങ്ങനെ ഭയങ്കരമായി ഉണ്ടായിരുന്നു. 6-7 വർഷമായിട്ട് ഈ ഫെയിലർ തന്നെ ഫെയിലറാണ്. സക്സസ് ലൈഫിൽ ഇല്ലല്ലോ. നമ്മളെ പേരിങ്ങനെ ലിസ്റ്റ് കാണുമ്പോൾ ഒരു കൊല്ലാത്തൊരു ഫീലിംഗ് ആണല്ലോ. ഒരു ടൈം ടേബിൾ, ഒരു പ്ലാനും സെറ്റ് ചെയ്ത് അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അതാണ് എനിക്ക് പല മിസ്റ്റേക്കുകളിൽ നിന്ന് പഠിച്ചത്. ഹായ്, ഞാൻ നിയാസ്. ടീമേഴ്സ് അക്കാദമിയിലെ മറ്റൊരു വിജയകഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2018 മുതൽ SSC എക്സാം എഴുതാൻ തുടങ്ങി. ഒടുവിൽ 2024 CGL റിസൾട്ടിൽ ഇൻകം ടാക്സിൽ അസിസ്റ്റന്റായിട്ടും ഇൻസ്പെക്ടറായിട്ടും നിയമനം ലഭിക്കുന്നു. സോ ഇത് ഒരു വിജയകഥയാണ്, കാത്തിരിപ്പുകളുടെ കഥ. ഗുഡ് തിങ്സ് ടേക്ക് ടൈം എന്നാണ്. ചില നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ സമയമെടുക്കും. അതുപോലെ എൻ്റെ മുന്നിലിരിക്കുന്ന ദിവന, അഭിഷേക് രണ്ടുപേരും 2018 മുതലാണ് SSC എക്സാം എഴുതാൻ തുടങ്ങുന്നത്. ഒരുപാട് വീഴ്ചയുടെ കഥകൾ അവർക്ക് പറയാനുണ്ടാവും, ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസിന്റെ കഥകൾ അവർക്ക് പറയാനുണ്ടാവും. പക്ഷെ അവിടെ നിന്നൊന്നും തളരാതെ തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ അവയുപയോഗിച്ച സ്ട്രാറ്റജി, അവരുടെ കൺസിസ്റ്റൻസി, അവരുടെ മനക്കരുത്ത് എന്നിവയുടെ കഥയാണ് നമുക്കിന്ന് കേൾക്കേണ്ടത്. ദിവന, അഭിഷേക്, സ്വാഗതം. സോ ഇന്ന് ഒരു സക്സസ് മീറ്റിൽ അല്ലെങ്കിൽ സക്സസ് സ്റ്റോറി എന്ന് പറയുമ്പോൾ നമുക്കിപ്പം 1 വർഷം 2 വർഷം പ്രിപ്പയർ ചെയ്ത ആൾക്കാരുടെ കഥ നമ്മളെപ്പോഴും കേൾക്കാറുണ്ട്. അപ്പം അത് മാത്രം നിങ്ങളും കേൾക്കാറുണ്ടാവുള്ളൂ. അപ്പം ഒബ്വിയസ്ലി അവിടെ ഒരു ഡിസപ്പോയിന്റിംഗ് ഫാക്ടർ നിങ്ങളെ സംബന്ധിച്ചും ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ടാവണം അല്ലെ? കാരണം നിങ്ങളെ കൂടെ പഠിച്ച് പ്രിപ്പയർ ചെയ്ത എക്സാം ചെയ്ത ആൾക്കാരൊക്കെ പ്ലേസ്ഡ് ആയി പോയി എന്നുള്ളൊരു ഒരു വാർത്ത. അത് സന്തോഷമാണ്. അതിലുപരി നമ്മൾ കിട്ടിയിട്ടില്ലോ എന്നുള്ള സങ്കടം നമുക്ക് ഉള്ളിൽ എന്തായാലും ഉണ്ടാവും. അവിടെ നിന്ന് അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നിന്ന് ഇത്രയും പിടിച്ചു നിൽക്കാനുള്ള എനർജി, ആക്ച്വലി SSC എക്സാമുകൾ ഓരോ തവണ എഴുതുമ്പോഴും നമുക്കത് കിട്ടില്ല എന്നുള്ള വലിയൊരു ഡിസപ്പോയിന്റിൽ നിന്ന് പ്രതീക്ഷ കൈവിടാതെ ഇങ്ങനെ മുന്നോട്ട് പോകേണ്ട എനർജി എന്തായിരുന്നു ഡിവിനെ സംബന്ധിച്ച്? എന്നെ സംബന്ധിച്ചപ്പോ നമ്മളിപ്പോ ഈ ജോബ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്യൂരിറ്റിയാണ് ഫസ്റ്റ് ഡിഫറൻസ് എന്ന് ഞാൻ ചിന്തിച്ചുള്ളത്. നമുക്ക് എക്സാം എഴുതുന്ന വരെയുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സ്ട്രഗിളേ ഉള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സേഫാണ്, സെക്യൂർഡാണ്. ജോബ് സെക്യൂരിറ്റി ഒക്കെ ഒരു ഫാക്ടറാണ്. അപ്പൊ ആ ഒരു ബെനിഫിറ്റ്സ് മുന്നേ കണ്ടുകൊണ്ടാണ് കുറച്ച് ടൈം എടുത്താലും. അതെ, കാരണം നമ്മളിപ്പോ ഒരു ഹയർ സ്റ്റഡീസ് ആണെങ്കിലും അത്ര ടൈം എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ ജോബിന് വേണ്ടി പിന്നെയും പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ഇതാകുമ്പോൾ അതുപോലെ പ്രിപ്പറേഷൻ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചർ നമുക്ക് സെക്യൂർഡ് ആണെന്നാണ് എൻ്റെ ഒരു. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മൾ ഗവൺമെന്റ് ജോബ് സെക്ടറിൽ കാണുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജോബ് സെക്യൂരിറ്റി തന്നെയാണ്. അപ്പൊ അതൊരു വലിയ ഘടകം തന്നെയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വർക്ക് ലൈഫ് ബാലൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഇത് ഈ ഒരു ഗവൺമെന്റ് സെക്ടറിൽ, സെൻട്രൽ ഗവൺമെന്റിൽ ആകുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് SSCയിലൂടെ സെലക്ട് ആകുന്ന ജോബുകളിൽ കുറെ കൂടെ നമുക്കൊരു വർക്ക് ലൈഫ് ബാലൻസ് കീപ്പ് ചെയ്ത് പോകാൻ പറ്റും. അപ്പം കുറച്ച് നാൾ കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. പക്ഷെ ആ ഒരു ലോങ്ങർ പീരീഡ് നമ്മൾ എന്തായാലും ഒരു ജോലിയിൽ കയറി കഴിഞ്ഞാൽ ഒരു ലോങ്ങർ പീരീഡ് അവിടെ ആയിരിക്കുമല്ലോ. അപ്പം ആ ഒരു ടൈമിലെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് തന്നെ മനസ്സിൽ കണ്ട് മാത്രമാണ് ഞാൻ ഇതിലേക്ക് പിന്നെയും ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അഭിഷേകിന്റെയും ദിവനയുടെയും 7th അറ്റംപ്റ്റ് ആണ് 2024 സീസൺ എന്ന് പറയുന്നത്. ഇപ്പൊ അതില് ഒരു 7th അറ്റംപ്റ്റ് എന്നത് വലിയൊരു അത്രയും പിടിച്ചിക്കാൻ കഴിയുന്ന ആൾക്കാർക്കാണ്, എന്താ പറയാ, അങ്ങനെ ഒരു കൺസിസ്റ്റൻസ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു 7th അറ്റംപ്റ്റ് നടത്തുക, 2024 CGL കയറുക. അതിന്റെ ഇടയ്ക്ക് ഇപ്പം രണ്ടാമത് സംഭവിച്ചും കോവിഡ് എന്ന് പറയുന്ന വലിയൊരു സംഭവം ഇതിലേക്ക് നടന്നു. ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് കംപ്ലീറ്റ് ആൾക്കാർ ഒതുങ്ങിപ്പോയി. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് വർക്ക് വേറെ വല്ല വർക്കും അപ്പം അഭിഷേക് വേറെ വർക്ക് ചെയ്തിരുന്ന? അതെ, ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 2020 SBI PO 2020, അതായത് 2021 നമുക്ക് ജോയിനിങ് വന്നത്. SBI PO 2020 ക്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് ചെറുതായിട്ടൊരു അക്കാഡമിയിൽ പഠിപ്പിക്കാൻ പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് SBIയിൽ കയറിയ സമയത്ത് നമുക്കൊരു ഞാൻ ഓരോരുത്തർ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത്, ഈവൻ നമ്മൾ പോസ്റ്റ് പ്രിഫറൻസ് വെക്കുന്ന സമയത്തും ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് പറ്റുന്ന ഒരു ജോബ് ആണോ എന്നുള്ളത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അത് ആ ഒരു മിസ്റ്റേക്ക് എനിക്ക് പേഴ്സണലി, ക്യാരക്ടർ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. എല്ലാവർക്കും ഓരോരോ ഇഷ്ടങ്ങളുണ്ടാവും, താല്പര്യങ്ങളുണ്ടാവും. ചിലർക്ക് ഫിനാൻസ് ആയിരിക്കും, ചിലർക്ക് വർക്ക് ലൈഫ് ബാലൻസ് ആയിരിക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളായിരിക്കും. അപ്പം നമുക്ക് എന്താണോ താല്പര്യം എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇതിലേക്ക് ഓരോ കാര്യങ്ങളിലേക്ക് ഇറങ്ങാൻ. അപ്പം
അതുപോലെ SBI യിലായിരുന്നു ഞാൻ ആദ്യം കയറിയത്. അവിടെ നിന്നാണ് എനിക്ക് എന്തായാലും വർക്ക് ലൈഫ് ബാലൻസ് ഉള്ള ഒരു ജോലിയിലേക്ക് തന്നെ എത്തണം എന്നുള്ളൊരു ഇത് വന്നത്. അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും അവിടെ 2020 കയറിയെങ്കിലും, 2021 കയറിയെങ്കിലും ഞാൻ പിന്നെയും ഇതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരുന്നത് ആ വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളൊരു ഇത് മനസ്സിൽ കണ്ട് മാത്രമാണ്. ഇപ്പൊ ഡിവിനെ സംബന്ധിച്ച് ഇപ്പം ഈ ഒരു ഡ്യൂറേഷൻ അതെങ്ങനെയാണ് ഡിവിലേക്ക് എന്തെങ്കിലും വർക്കിന് പോയിരുന്നത്, വേറെ എന്തെങ്കിലും അതായിട്ട് സൈഡായിട്ട് പഠിച്ചതാണോ? വർക്ക് ആയിട്ട് പോയിട്ടില്ല. കൊറോണന് മുൻപേ ഞാൻ ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടില് ട്യൂഷൻ എടുക്കാൻ അവിടെ പോയിട്ടുണ്ട്, അല്ലാതെ വർക്കായിട്ട് പോയിട്ടില്ല. പിന്നെ കൊറോണയ്ക്ക് ശേഷമാണ് എനിക്ക് കൂടുതൽ ഈ ഒരു ഫീൽഡിൽ തന്നെ നിൽക്കണമെന്ന് തോന്നാൻ കാരണം കൊറോണ നിന്നപ്പോ കുറെ പേര് ജോബ് ലേ ഓഫ് ആയി. അപ്പോ കൂടത്തെ ആൾക്കാർ തന്നെ ഇവരൊക്കെ പറയും നമ്മളെ ഫീൽഡിലുള്ളതിന്റെ പ്രശ്നം. ഞാൻ ബിടെക്കാണ്, അപ്പൊ സോഫ്റ്റ്വെയറിലൊക്കെ കയറിയ ആൾക്കാർ അതിന്റെ ഒരു പ്രഷറുകാരൊക്കെ പറയാറുണ്ട്. അപ്പൊ എനിക്ക് അവരും പറയും, എനിക്ക് ആ ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞപ്പോ ഒരു ഡൗൺ ആവുന്ന ഒരു സ്റ്റേജ് ഒക്കെ എത്തിയപ്പോ അവര് പറഞ്ഞത് തെറ്റായ തീരുമാനമല്ല. കാരണം ജോലിക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജോലിക്ക് പോയിട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു ഒരിക്കലും ചെയ്യരുത്. കാരണം ജോലിക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കയ്യില് കാശ് വന്നു കഴിഞ്ഞപ്പോ പ്രിപ്പറേഷനുള്ള സമയം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരു ഫാക്ടേഴ്സ് വരും. കോവിഡ് എന്ന് പറഞ്ഞത് എല്ലാവരുടെയും ജീവിതത്തില് പല നിർണായക മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു കാലഘട്ടമായിരുന്നു കോവിഡ്. തിരിച്ചറിവുള്ള ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പം മനുഷ്യന്റെ ഒരു മെന്റാലിറ്റി ഇപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിച്ചിട്ട് കാര്യമില്ല, മരിച്ചു പോകുന്ന ആൾക്കാരാണെന്ന് വരെ നമ്മൾ ചിന്തിപ്പിച്ചൊരു കാലഘട്ടമായിരുന്നു ഇത്. അതേപോലെ ഇപ്പൊ ഡിവിന് പറഞ്ഞ വാക്ക് തീർച്ചയായിട്ടും ഇപ്പം ആ സമയത്ത് ജോലി നഷ്ടപ്പെട്ട ഒരാള് നമ്മളോട് പറയാണ് എന്ത് ഇല്ല, നീ റൈറ്റ് ട്രാക്കിലാണ്, ഇതായിരുന്നു ഞാനും ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ള ഒരു സാധനം പറയുന്നത് അത് നമ്മൾ തരുന്ന മോട്ടിവേഷൻ വളരെ വലുതാണ്. ഇപ്പം 7ാമത്തെ അറ്റംപ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ കിട്ടിയപ്പോൾ ഒരു ഹാപ്പി മൂവ്മെന്റ് ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക്? എന്തായിരുന്നു റിസൾട്ട് വന്ന സമയത്തുള്ള ഒരു സന്തോഷം? നമുക്ക് റിസൾട്ട് വരുന്നതിനേക്കാളും മുമ്പ് എനിക്ക് നമുക്ക് മാർക്ക് അറിഞ്ഞപ്പോഴായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു സന്തോഷം വന്നത്. ഞാൻ 2023 അറ്റംപ്റ്റ് ഞാൻ 2023 അവസാനത്തെ അറ്റംപ്റ്റ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തായിരുന്നു 2023 എഴുതിയത്. 2023 ടീംമേറ്റ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തത് നമ്മള്. അതെ അതെ അതെ, അതും ടീംമേറ്റ്സിന്റെ നമ്മൾ ഓൺലൈനായിട്ടാണ് ടീംമേറ്റ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഓൺലൈൻ ആ സമയത്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. NITയുടെ ഒക്കെ കുറെ കാര്യം, അതായത് ജനറൽ അഡ്മിനിസ്ട്രേഷനിലൊക്കെ ഒരുപാട് ടീംമേറ്റ്സ് ഹെൽപ്പ് ചെയ്തിരുന്നു. 2023 ഈ ജോലിക്ക് കയറുമ്പോഴും എന്റെ ആ ഒരു 2023 കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം എനിക്ക് അങ്ങനെ ഭയങ്കരമായി ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഞാൻ തീരുമാനിച്ചിരുന്നു 2024 ഒരു അറ്റംപ്റ്റും കൂടെ, അതായത് SSC. ഇത് 2023 ഞാൻ ഭയങ്കരമായി പരിശ്രമിച്ചെങ്കിലും ഭാഗ്യം എന്റെ സൈഡിലല്ലായിരുന്നു. അത് ഈ കുറച്ച് കോർട്ട് കേസസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എന്റെ 16 മാർക്ക് അങ്ങനെ കുറഞ്ഞു പോയി. അങ്ങനെ ഒരു നഷ്ടം. അത് ഒരുപാട് ആൾക്കാർക്ക് അന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്ന ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അതെ, അപ്പൊ അത് ആ സമയത്ത് നമ്മളൊരു വിചാരിക്കുകയാണ്, ഒരു ഇത് കട്ട് ഓഫ് ഇതാണെങ്കിൽ കട്ട് ഓഫിന്റെ മേളിൽ ഒരു 4-5 മാർക്കെങ്കിലും കൂടുതൽ മേടിക്കുക, അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കാറില്ല. അപ്പം അവിടാണ് എനിക്ക് ഇപ്പൊ 16 മാർക്ക് കുറഞ്ഞു പോയത് കൊണ്ട് എനിക്ക് സെലക്ഷൻ മിസ്സായപ്പോ എനിക്ക് തോന്നി കട്ട് ഓഫിന്റെ 4-5 മാർക്കിന് മേളിലല്ല മേടിക്കേണ്ടത്, അപ്പൊ അതിന് മുകളിൽ വാങ്ങണമെന്നുള്ളൊരു ആഗ്രഹവും പിന്നെ SSC നമ്മളെ തോപ്പിച്ച് അങ്ങനെ ഒരു കടന്നു കളയണ്ട എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് ഭയങ്കര വാശി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഇതിലാണ് 2024 അറ്റംപ്റ്റ്. എന്തായാലും 2024 ഞാൻ അവസാനത്തെ അറ്റംപ്റ്റ് എന്നുള്ള രീതി തന്നെ കണക്കാക്കിയാണ് ചെയ്തത്. ഭാഗ്യത്തിന് ഇത്തവണ ഭാഗ്യവും കൂടെ നിന്നു. അതെ അതെ. ഡിവിനെ സംബന്ധിച്ചിപ്പം എന്തായാലും ആ ഒരു SSC സെലക്ട് ആയി, സീരിയൽ സെലക്ട് ആയി റിസൾട്ട് ഒരു 12 മണിക്കാ വന്നേ. കാരണം അതിന്റെ മുന്നേ 2 ദിവസം മുന്നേ വരെയൊക്കെ ഇങ്ങനെ റിസൾട്ട് വരാനായി എന്നുള്ള ഈ ടെലഗ്രാം ചാനൽസിലെല്ലാം വരുന്നുണ്ടായിരുന്നു. അപ്പൊ അന്ന് എനിക്ക് ഒന്ന് 8 മണിക്ക് എങ്ങാനും വന്നു MTS റിസൾട്ട് വന്നു. അപ്പൊ പക്ഷേ എന്തായാലും വരലുണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയായിരുന്നു. ഞാൻ കിടക്കാനുള്ള പരിപാടിക്കാണ് നിൽക്കുന്നത്. അപ്പൊ ആ സമയത്ത് എന്റെ ഫ്രണ്ട് വിളിച്ചിട്ട് ഇങ്ങനെ റിസൾട്ട് വന്നു. കാരണം ആദ്യം ഇങ്ങനെ ടെലഗ്രാം ചാനൽ ഇങ്ങനെ വരുന്നുണ്ട്, കുറെ ഇങ്ങനെ ലിങ്ക് കാണുന്നുണ്ട്, പക്ഷെ അത് ഫേക്ക് ആണോ അല്ലേ എന്നുള്ളത് മനസ്സിലാവുന്നില്ല, കുറെ ലിസ്റ്റ് ഇട്ടിട്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവര് ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ റിസൾട്ട് വന്നിട്ടുണ്ട്, ഇങ്ങനെ ഇൻസ്പെക്ടർ കിട്ടി, ഞങ്ങൾ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇങ്ങനെ റിസൾട്ട് വന്നു, GST ഇൻസ്പെക്ടർ കിട്ടി എന്നൊക്കെ പറഞ്ഞു, അവന് കിട്ടിയെന്ന് പറഞ്ഞപ്പോ ഞാൻ കൺഗ്രാജുലേഷൻ, നിനക്ക് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിൽക്കോ, ആ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. കാരണം ഞാൻ ഈ പ്രാവശ്യം എക്സാമിന് പോകുന്ന സമയത്ത് ഒരു 2022 എനിക്ക് കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്യണം. പിന്നെ 23 എക്സാം ആയപ്പോ 22 Tier 2 എഴുതുമ്പോഴും
ഒരു റിസൾട്ട് ഒക്കെ വന്നപ്പോൾ ഏകദേശം കട്ട് ഓഫിന്റെ ലെവലിൽ എത്തിയിട്ടില്ലെങ്കിലും ഒരു ഇനി എത്തിക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഇല്ല. അടുത്ത എക്സാമിന് ഇനി ടിയർ 1 അത്ര നോക്കണ്ട, ടിയർ 2 ലെവലിൽ പ്രിപ്പയർ ചെയ്താൽ മതി എന്നുള്ള മൈൻഡ് ആയിരുന്നു. പക്ഷെ 2023 ടിയർ 1 കയറിയതേ ഇല്ല. അതിന്റെ ഞാൻ പഠിച്ച് ഫസ്റ്റത്തെ അറ്റംപ്റ്റിലുള്ള ആ ലെവലിൽ മാർക്ക് എനിക്ക് 2023 കിട്ടിയുള്ളൂ. അതെനിക്ക് ഭയങ്കരമായിട്ടൊന്നും ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു. അപ്പൊ ഇപ്രാവശ്യത്തെ എക്സാമിനാണെങ്കിലും ഞാൻ ഒരു സിലബസ് മൊത്തം കവർ ചെയ്ത് പോകാൻ പറ്റിയില്ല. പക്ഷെ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടല്ല ഞാൻ എക്സാം എഴുതാൻ പോയത്. ഉള്ളത് വെച്ചിട്ട് എഴുതാം, അറിയുന്ന നോളജ് വെച്ച് എഴുതാം, ആ ലെവലിലാണ് ഞാൻ എക്സാം എഴുതാൻ പോയത്. ടിയർ 1 ക്ലിയർ ആയി. അതുപോലെ തന്നെ ഇപ്പോൾ ടിയർ 1 ക്ലിയർ ആവുമെന്ന് എനിക്കൊരു സംശയമായിരുന്നു. കാരണം കട്ട് ഓഫ് ഒക്കെ ഓരോ തവണ വരുന്നതിനനുസരിച്ച് കൂടി വരുമ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഒരു ഇപ്പോഴത്തെ ഒരു രീതി 2022 ശേഷമുള്ള ഒരു എക്സാമിന്റെ രീതി മാറിയ ശേഷം രണ്ടാമത്തെ മൂന്നാമത്തെ അറ്റംപ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റത്തെ അറ്റംപ്റ്റുള്ള ആൾക്കാർക്ക് പോലും 130+ ഒക്കെ സ്കോർ കിട്ടുന്നുണ്ട്. അത് ഒരു ആവറേജ് നോർമൽ സ്കോർ ആയി മാറിക്കഴിഞ്ഞു. ഞാനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ലെവലിലേക്ക് എനിക്ക് സ്കോർ വരാറില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഇപ്രാവശ്യത്തെ ആണെങ്കിലും എന്റെ സ്കോർ വന്നപ്പോൾ എനിക്കൊരു ഡൗട്ട് ആയിരുന്നു, ഇത് കിട്ടുമോ ഇല്ലേ. കാരണം സ്റ്റാർട്ടിങ്ങിൽ ആൾക്കാർക്കും അങ്ങനെ ഉണ്ട്, നല്ല സ്കോർ ഉണ്ട്. അപ്പോൾ ഡൗട്ട്ഫുൾ ആയിരുന്നു. ടിയർ 1 കട്ട് ഓഫ് വന്നു. പക്ഷേ കട്ട് ഓഫ് കാത്തുനിന്ന് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ടിയർ 2 പ്രിപ്പറേഷൻ അങ്ങനെയായിരുന്നു. ടിയർ 1 ക്ലിയർ ആയി. ടിയർ 2 അതുപോലെ തന്നെ അങ്ങനെ സ്കോർ നോക്കുമ്പോൾ അപ്പോഴും എനിക്ക് പ്രതീക്ഷയില്ല. ടിയർ 2 മാർക്ക് വരുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഹോപ്പോ ഇല്ല, നോക്കാം എന്നുള്ള സാധനമായിരുന്നു. റിസൾട്ടിന്റെ ആ സമയത്ത് പോലും എനിക്ക് ഒരു വലിയ ഇതൊന്നുമില്ല. കാരണം പ്രിഫറൻസ് നമ്മൾ ഫില്ല് ചെയ്യുമ്പോഴും ഞാൻ ഈ ഫ്രണ്ട് ഇവർക്ക് പ്രിഫറൻസ് ഒക്കെ നോക്കി ഫില്ല് ചെയ്തിട്ട് ഓരോന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഫസ്റ്റത്തെ GST ഇൻസ്പെക്ടർ IT ഒക്കെ ഞാൻ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. കാരണം എനിക്ക് എന്റെ സ്കോർ വെച്ച് കിട്ടുമെന്ന് പോലും ഒരു പ്രതീക്ഷ ഇല്ല എനിക്ക്. പക്ഷെ പെട്ടെന്ന് റിസൾട്ട് വന്ന് അതുപോലെ പേര് കണ്ടപ്പോൾ ഞാൻ ആദ്യം ഫേക്കെന്ന് വെച്ചേ. അമ്മേനെ പോയി വിളിച്ച് അമ്മയോട് പറഞ്ഞു ഇങ്ങനെ നമ്മളെ പേര് ഇങ്ങനെ ലിസ്റ്റ് കാണുമ്പോൾ ഒരു കൊല്ലാത്തൊരു ഫീലിംഗ് ആണല്ലോ. അങ്ങനെ നമ്മളെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര് കാണുമ്പോൾ ഒരു ഇത്. പിന്നെ 6-7 വർഷമായിട്ട് ഈ ഫെയിലറാണ്. സക്സസ് ലൈഫിൽ ഇല്ലല്ലോ. കാരണം ഞാൻ എൻട്രൻസ് ഒക്കെ എഴുതി ക്ലിയർ ആയിട്ടൊക്കെ ഇപ്പൊ നമുക്ക് ആ സമയത്തൊക്കെ ആൾക്കാർ നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെ ഒരു കോഴ്സ് കാര്യങ്ങളൊക്കെ. ഇത്രയും കാലം ഫെയിലറോ ഫുൾ ഒരു കാര്യത്തിൽ നമുക്കൊരു സക്സസ് ലൈഫിലില്ല. പെട്ടെന്ന് ഇങ്ങനെ കാണും അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്. ഇത് കണ്ട് ഒരു ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു അത്. അച്ഛൻ ഇവിടെ ഇല്ല, പുറത്താണ്. അച്ഛനെ വിളിച്ചോ ആ സമയത്ത്? അച്ഛനെ വിളിച്ച് വീഡിയോ കോൾ ചെയ്തു. അവിടെ ആ സമയം അച്ഛൻ പറയില്ല. അപ്പൊ അവിടെ ടൈം ആയിട്ടില്ല. അച്ഛനെ വിളിച്ചു. അച്ഛനൊന്നും ചോദിക്കുന്നു. ഞാൻ അന്ന് തലേ ദിവസം അതിന്റെ റിസൾട്ട് വരുന്നതിന്റെ രാത്രി കിടക്കുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞോളൂ, വരുന്ന എക്സാമും കൂടി ഞാൻ നോക്കും. കാരണം ഈ എക്സാമിന് മുന്നേ ഞാൻ പറഞ്ഞത് 1 വർഷം കൂടി ഞാൻ നോക്കിയിട്ട് ഞാൻ നിർത്തുന്ന. അപ്പൊ പിന്നെ ഞാൻ എന്നോട് പറഞ്ഞു, ഒരു കൊല്ലം കൂടി എനിക്ക് നോക്കണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇനി ഒരു കൊല്ലം, ഇനി ഒരു കൊല്ലം. അപ്പൊ ഞാൻ നമുക്ക് വീട്ടുകാർക്ക് ഒരു പ്രതീക്ഷ കൊടുക്കുന്ന പോലെ അപ്പൊ അതും കൂടി അപ്പൊ ആ മൈൻഡിലൂടെ കിടക്കാൻ പോകുന്നത് അതും കൂടി ആ ഒരു വിഷമത്തിൽ കൂടിയാ പോകുന്നത്. പെട്ടെന്ന് റിസൾട്ട് വന്നതെന്ന് പറഞ്ഞപ്പോഴേക്കും നേരെ ഉൾട്ടയാണ്. പെട്ടെന്ന് നമുക്കൊരു അപ്പൊ അമ്മക്ക് ഭയങ്കര ഹാപ്പിയായി. അതെ, ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ജോബില് കിട്ടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്ത് പോസ്റ്റ് ആയിക്കോട്ടെ എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ആണ്. അല്ല അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അങ്ങനെ ഒരു ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു ഇപ്പോഴും. അതെ അല്ല, ഞാൻ പറഞ്ഞാണെങ്കിൽ ഈ SSC പലതവണ തോപ്പിച്ചിട്ട് ആ പേരൊന്ന് എഴുതി കാണണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. അത് ഭയങ്കര സന്തോഷം. ആ സമയത്ത് ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. കാര്യം രാത്രി അത് കഴിഞ്ഞിട്ട് രാവിലെ എപ്പോഴാണ് പറഞ്ഞത്. അവരിങ്ങനെ നമ്മള് അച്ചീവ് ചെയ്താലും ഇല്ലേലും ഒക്കെ അങ്ങനെ അതൊന്നും കൺസിഡർ ചെയ്യാത്ത അങ്ങനെ ഒരു ടൈപ്പാണ്. അല്ല, അങ്ങനല്ല, എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇന്നത് തന്നെ ചെയ്യണം എന്നുള്ളൊരു നിർബന്ധം. അപ്പൊ അവർക്ക് കൊടുക്കാവുന്ന ലോട്ടറി തന്നെയല്ലേ ഇത്? കാരണം വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ലാത്ത, പിന്നെ ഓക്കെ എങ്ങനെയൊക്കെ പോയാൽ മതി എനിക്ക് ഒരു ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് എത്തുക പറഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് തന്നെയാണ്. ഓക്കെ, എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം ഈ ഒരു കാലയളവ് ഇപ്പൊ 2018 to 2024 ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു മിസ്റ്റേക്ക് എന്താണ്? ആക്ച്വലി ഇപ്പം നിങ്ങളുടെ അനാലിസിസ് നിങ്ങൾ നടത്തിയിട്ടുണ്ടാവും ഇൻഡിവിജ്വലി. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് മേ ബി ഇങ്ങനെ ആയിട്ടുണ്ടാവുക എന്നുള്ള സാധനം. പക്ഷേ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ?
എനിക്ക് ഫസ്റ്റ് ഫീൽ ചെയ്ത കാര്യം നമ്മൾ ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. പലതും നമ്മൾ സിലബസ് ഞാൻ പല അറ്റംപ്റ്റിൽ ചെയ്തപ്പോഴും കുറെ കാര്യങ്ങൾ ജി കെയിലൊക്കെ ആണെങ്കിലും നമുക്ക് അറിയുന്ന ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ഇഷ്ടമുള്ള സബ്ജക്റ്റ് എല്ലാം പഠിച്ചിട്ട് ബാക്കി നമുക്ക് ഏകദേശം ഒന്ന് ചെയ്തു വെക്കാം എന്നുള്ള രീതിയിലല്ലാതെ ഞാൻ സിലബസ് ഒരിക്കലും ജി കെയുടെ ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കൂടെ ഭാഗ്യം ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും സിലബസ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ജി കെയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഭാഗ്യം ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അതായിരുന്നു എന്റെ ഫസ്റ്റ് മിസ്റ്റേക്ക്. പിന്നെ 2022 തൊട്ട് ജി കെക്ക് വലിയ പ്രാധാന്യം കൂടി. അതെ അതെ. അപ്പം ഞാൻ 2022 അതുവരെ ബാക്കി നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകായിരുന്നു. പക്ഷെ 2022 കഴിഞ്ഞപ്പോൾ മനസ്സിലായി ജി കെ എന്തായാലും പഠിക്കണം. അങ്ങനെയാണ് ഞാൻ 2022 മുതൽ ജി കെ നല്ല ഫോക്കസ് ചെയ്ത് ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. എനിക്കൊരു ബാങ്കിന്റെ പ്രിപ്പറേഷൻ എസ് എസ് സിയുടെ പ്രിപ്പറേഷനിലും ഒരു മെയിൻ വ്യത്യാസം തോന്നിയിട്ടുള്ളത്, ബാങ്കിന്റെ പ്രിപ്പറേഷൻ നമ്മൾ ഒരേ കാര്യങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് സ്പീഡ് കൂട്ടുക എന്നുള്ളതാണ് അതിനകത്ത്. പക്ഷെ എസ് എസ് സിയുടെ പ്രിപ്പറേഷനിൽ കുറച്ചുകൂടി ഡൈവേഴ്സ് സിലബസ് ആണുള്ളത്. അപ്പൊ നമ്മൾ കുറച്ചൊരു പ്ലാൻഡ് ആയിട്ട് പോയില്ലെങ്കിൽ ഒരിക്കലും അത് കംപ്ലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്കത് റിവൈസ് ചെയ്യാനോ ഒന്നും ഒരിക്കലും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഒന്ന് ജി കെയുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക, അതുപോലെ ബാക്കിയുള്ള സബ്ജക്റ്റ് ആണെങ്കിലും സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. രണ്ടാമത്തേത് ഒരു ടൈം ടേബിൾ ഒരു പ്ലാനും സെറ്റ് ചെയ്ത് അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അതാണ് എനിക്ക് വന്ന മിസ്റ്റേക്കുകളിൽ നിന്ന് പഠിച്ചത്. അപ്പൊ അത് തിരിച്ച് മുന്നോട്ട് പോയ സമയത്ത് നമുക്ക് അതെ അതെ, അത് തിരുത്തി മുന്നോട്ട് പോയപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് എത്തിയത്. ഇതേ സെയിം കാര്യം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞാനും സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുമ്പോൾ എല്ലാവരും പറയും പി വൈക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യം പി വൈക്കിന്റെ ബുക്ക് ഇരുന്ന് പഠിക്കാൻ നോക്കിയത്. അതാണ് ഞാൻ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. സിലബസ് എക്സാക്ട്ലി കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ അന്ന് പി വൈക്ക് നോക്കിയിട്ട് എക്സാം ഈ എസ് എസ് സി എടുക്കാൻ തന്നെ കാരണം ഞാൻ നോക്കിയാൽ മാത്സും ഇംഗ്ലീഷും നന്ന് പ്രോമിനന്റ് ആയിട്ടുള്ള സാധനം. ജി കെ അന്ന് എനിക്ക് തോന്നുന്നു ഒരു അങ്ങനെയായിരുന്നു ആ ടൈമില് 2022 കാരണം ഇയർ ടു വന്ന് മാത്സും ഇംഗ്ലീഷും മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു ഫാക്ടർ ഈ എക്സാം എടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ കാരണം ജി കെ ഞാൻ ഓൾറെഡി കുറച്ച് വീക്കായിട്ട് കാണും. മാത്സും ഇംഗ്ലീഷും എനിക്ക് കുറച്ച് ഇഷ്ടമാണ്. അപ്പോ പിന്നെ വേറെ നിവർത്തിയില്ല. കാരണം ഒരു 2-3 വർഷം ഇത് പിന്നെ 22 മുതല് ജി കെ നമ്മളിൽ ഇറങ്ങിപ്പോയി. ഇനി വേറെ നിവർത്തില്ല പഠിക്കല്ലാണ്ട്. ഈ വർഷം ഞാൻ കൂടുതൽ ജി കെ കൂടുതൽ ഫോക്കസ് ചെയ്തത് ഈ വർഷമാണ്. നല്ലോണം സിലബസ് വൃത്തിക്ക് നോക്കുന്നത്, നല്ലോണം പോലെ നോക്കുന്നത് ജി കെ എന്നത്. മാത്സ് അതുപോലെ തന്നെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക പറഞ്ഞ പോലെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ പി വൈ ക്യൂ മോക്കും ചെയ്യുമ്പോഴാണ് ഒരു ധാരണ ഉണ്ടാവുക. അല്ലാതെ ഡയറക്റ്റ് പി വൈ ക്യൂ നമ്മൾ ബുക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇത് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് മനസ്സിലാവില്ല. ഏരിയ ഒന്ന് കറക്റ്റ് കിട്ടണമെങ്കിൽ സിലബസ് ഒന്ന് ഫുൾ കവർ ചെയ്തിട്ട് പിന്നെ പി വൈ ക്യൂ ചെയ്ത് നോക്കൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു എഫക്റ്റീവാണ്. അതൊരു വലിയ മിസ്റ്റേക്ക് ആയിരുന്നു. പിന്നെ ജി കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പലർക്കും ഉള്ളൊരു പ്രോബ്ലം ഈ ജി കെ പല സബ്ജക്റ്റും ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. അപ്പം എനിക്കതിനകത്ത് ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് നമ്മളിങ്ങനെ കമ്പൈൻ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഞാൻ വേറൊരു ഗോപികൃഷ്ണൻ എന്ന് പറഞ്ഞ വേറൊരു പയ്യനായിട്ട്. അപ്പം അത് വരുമ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്ത ചിലപ്പം വേറൊരാൾക്ക് ഇഷ്ടമായിരിക്കും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ എപ്പോഴും നല്ലൊരു കമ്പൈൻ സ്റ്റഡി ചെയ്യുന്ന ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഡെഫിനറ്റ്ലി ജി കെ നമുക്ക് ബോറായിട്ടുള്ള ഒരു സബ്ജക്ട് കുറച്ചുകൂടെ ഈസിലി പഠിക്കാൻ പറ്റും. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജി കെന്റെ കേസിൽ. കാരണം ജി കെ കാരണം കുറെ സബ്ജക്ട്, അതെ, കാരണം ഫിസിക്സ് കെമിസ്ട്രി എല്ലാത്തിലും എല്ലാവർക്കും ഒരേപോലെ ആയിക്കോളും. സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാർക്ക് സയൻസ് ഇഷ്ടമായിരിക്കും. ഇപ്പം ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണ്. എനിക്ക് ഈ പൊളിറ്റി, ജോഗ്രഫി, ഹിസ്റ്ററി ഇത് എനിക്ക് അറിയില്ല. അപ്പൊ നമുക്ക് അത് കുറച്ചുകൂടി അറിയുന്ന ആൾക്കാർക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡൈവേഴ്സ് ആയിട്ടുള്ള ഏരിയ, അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ അത് കുറച്ചുകൂടി എളുപ്പമാണ്. ഇപ്പം ഈ എക്സാം മോക്കൊക്കെ ചെയ്യുന്ന സമയത്തെ അതിലൊരു ഇംപ്രൂവ്മെന്റ് എങ്ങനെയാണ് അനലൈസ് ചെയ്തിരുന്നത്? ഞാൻ അതിനകത്ത് വേറൊരു കാര്യം ഒരു സ്റ്റഡി നിങ്ങൾ ഉപയോഗിച്ച സ്റ്റഡി സ്ട്രാറ്റജി, ഒരു പാറ്റേൺ. ഇപ്പം ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ അറിയാൻ അവർ ആഗ്രഹിക്കുന്നത്. ഇപ്പം എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ എന്താണ് സ്റ്റഡി പാറ്റേൺ, എന്താ നിങ്ങൾ സ്റ്റഡി പ്ലാൻ ഉണ്ടാവുമല്ലോ, അതിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എനിക്ക് ഒരു മേജർ ചേഞ്ച് ഞാൻ പറഞ്ഞുതരാം. 2023 വരെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതിലും അതിൽ നിന്ന് സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ 2023 വരെ നമ്മൾ ചെയ്യുമ്പോൾ കൂടുതലും തെറ്റിയ ക്വസ്റ്റ്യൻസിലും അൺഅറ്റംപ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ് കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്ത് അതിനകത്തായിരുന്നു ഇത് കൊടുക്കുക. പക്ഷെ അതിനകത്ത് ഒരു ചെറിയ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് അതിൽ നിന്ന് ചിലപ്പം കൂടുതൽ പഠിക്കാൻ പറ്റും. പക്ഷെ അപ്പോഴും നമ്മുടെ സ്പീഡ് ഇമ്പ്രൂവ് ആവില്ല. സ്പീഡ് ഇമ്പ്രൂവ് ആകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശരിയായ ക്വസ്റ്റ്യൻസ് എത്ര സമയം കുറയ്ക്കാം എന്നുള്ളതിലാണ് നമ്മുടെ സ്പീഡ് ഇമ്പ്രൂവ് ആവുക.
അപ്പം അതായിരുന്നു ഒരു മേജർ എനിക്ക് സ്കോർ ബൂസ്റ്റ് ആവാനുള്ളൊരു നമ്മുടെ സ്ട്രോങ് ഏരിയാസ് നമ്മൾ എത്രയും പെട്ടെന്ന് ഐ മീൻ പറ്റുമെങ്കിൽ നമ്മൾ നോക്കിക്കൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള. അതെ അതെ. അപ്പം അത് നമുക്ക് പല ഇപ്പം ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചില ഇതിനകത്ത് ടോപ്പർ ഇത്ര വാങ്ങിച്ചു, അത് ടോപ്പർ ഇത്ര ടൈമിലാണ് ചെയ്തത്, നമ്മൾ ഇത്ര ടൈമിലാണ് ആവറേജ് അങ്ങനെയൊക്കെ കാണിക്കും. നമ്മൾ അത് നോക്കിയിട്ട് എങ്ങനെ പോയാലും ആവറേജിൽ താഴെയാണെങ്കിൽ നമ്മൾ എന്തായാലും അതൊരു പ്രോബ്ലം ആണ്. ഈവൻ നമ്മൾ കറക്റ്റ് ആക്കി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പം അത് ടോപ്പറിന്റെ ഏറ്റവും അടുത്തുള്ള സമയത്തിലേക്ക് നമ്മൾ എത്തുക, എല്ലാ ക്വസ്റ്റ്യനിലും ആ ഒരു സമയത്തിലേക്ക് ശരിയാക്കിയെങ്കിലും ആ സമയത്തിലേക്ക് എത്തുക. അപ്പം അപ്പോൾ ഉള്ള ഗുണം എന്താ വെച്ചാൽ ഈവൻ നമുക്ക് എക്സാം ഹാളിലാണെങ്കിലും ഈവൻ നമുക്ക് അറിയാത്തൊരു ക്വസ്റ്റ്യൻ വന്ന ഒരു ചിലപ്പോൾ ഒരു 1-2 മിനിറ്റ് ഒക്കെ നമുക്കൊരു ഫ്രീ ടൈം തന്നെ പോലെ കിട്ടും. ആ ടൈമിൽ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ശരിയായ ക്വസ്റ്റ്യനിൽ അനലൈസ് ചെയ്യുക എന്നുള്ളത് പലരും ചെയ്യാത്തത് കൊണ്ടാണ് കൂടുതൽ സ്കോർ നമുക്കൊരു ബോർഡർ ലൈനിൽ നിൽക്കേണ്ടി വരുന്നത്. പിന്നെ അത് ടൈമിന്റെ വിഷയം ഇല്ലാതിരിക്കാം. അതെ. ഇപ്പം ഡെവിനിക്ക് ഇപ്പം നമ്മൾ പോസ്റ്റ് പ്രിഫറൻസിന്റെ ക്ലാസ് ടീംമേറ്റ്സിന്റെ വന്ന് ഒരു പോസ്റ്റ് പ്രിഫറൻസിന്റെ ക്ലാസ് കിട്ടി. പിന്നെ അത് മാത്രമല്ല പിന്നീട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വിഷയങ്ങളൊക്കെ വലിയൊരു സപ്പോർട്ട്. അപ്പൊ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ പോസ്റ്റ് പ്രിഫറൻസ് എനിക്ക് തോന്നുന്നത് നമ്മളിപ്പം എല്ലാവർക്കും എക്സാം, ഈ CGL എക്സാമിന് ഫസ്റ്റ് എല്ലാവരും നോക്കുക ഇൻകം ടാക്സ് അല്ലെങ്കിൽ GST ഇതിനെ കുറിച്ചേ അറിയുള്ളൂ. കൂടുതലുള്ള ജോബിനെ കുറിച്ചോ അതിന്റെ നേച്ചറിനെ കുറിച്ചോ അതിന്റെ പോസ്റ്റിംഗ് എങ്ങനെയാണെന്നൊന്നും അധിക പേർക്കും എനിക്കറിയില്ലായിരുന്നു. എനിക്കത് നമുക്ക് അറിയില്ല. കാരണം അതിൽ കുറേ ജോബ് ഉണ്ടെങ്കിലും അത് നമ്മളെ ഈ ഏരിയയിലേക്ക്, ഞാനൊക്കെ അധികവും നമ്മൾ കേരളം ഒക്കെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തേക്ക് ഏതൊക്കെ പോസ്റ്റാണ്, അതുപോലെ നമുക്ക് ഇനിയിപ്പോ ഈ 3 വർഷം കൂടുമ്പോൾ മാറി വേറെ ഏരിയയിലേക്ക് മാറുന്നത് ട്രാൻസ്ഫർ കാര്യങ്ങൾ അതെങ്ങനെയാണ്, പിന്നെ റീജിയൻ വിഷയങ്ങള്, ഒരു റീജിയൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ടാവുള്ളൂ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം എനിക്ക് പോസ്റ്റ് പ്രിഫറൻസിന്റെ ക്ലാസ് നിൽക്കാൻ മനസ്സിലായത്. കാരണം റെയിൽവേയിലൊക്കെ ഉള്ള കാര്യം പറഞ്ഞാൽ നമുക്കൊരു സോൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മ്യൂച്വൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ ഈ ഓപ്ഷൻ ഇല്ല, അത് അറിയില്ല. കാരണം ചിലർക്ക് നമുക്ക് കിട്ടുന്നവരെ നമുക്ക് ഏതെങ്കിലും ഒരു ജോബ് കിട്ടിയാൽ മതി. അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ആണെങ്കിലോ അല്ലെങ്കിൽ എന്ത് പോസ്റ്റ് ആണെങ്കിലും ഇൻസ്പെക്ടർ നമുക്ക് ഇൻകം ടാക്സ് ആണെങ്കിലും ചിലപ്പോൾ മുംബൈയോ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ഇന്ത്യയിൽ എവിടെയാണ് ഓക്കെ എന്നായിരിക്കും. പക്ഷെ കിട്ടിക്കഴിയുമ്പോഴേക്കും എന്ത് നമ്മുടെ നാട്ടിൽ ഓഫീസേഴ്സ് ഉള്ള ആൾക്കാരുണ്ടാവും കേട്ടോ. എനിക്ക് കുറച്ച് അങ്ങനെയാണ്. അപ്പോ പക്ഷെ അങ്ങനെ ആയിരിക്കില്ല. ME ഒക്കെ ഉള്ള ആൾക്കാരാകുമ്പോൾ അവർക്ക് അറിയാം, അത് ഓപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയാതെ അങ്ങനെയാണ് ഉള്ളത്. CSS ആണ്, അപ്പോൾ ഒക്കെ അങ്ങനെയാണ്. അപ്പോ പോസ്റ്റ് പ്രിഫറൻസിന്റെ ക്ലാസ് എനിക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കാരണം എങ്ങനെ പോസ്റ്റ് കൊടുക്കണം, എങ്ങനെയാണത് ഓരോന്നിന്റെ നമുക്ക് ഈ ഡിപ്പാർട്ട്മെന്റൽ കാര്യങ്ങൾ നമുക്ക് അധികം അറിയില്ല. ഈ എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ എക്സാമിന്റെ രീതികൾ എങ്ങനെ, അതിന്റെ ഓരോ സബ്ജക്ട് ഇത് നോക്കാനേ നമുക്കറിയുള്ളൂ. അതിന്റെ ലാസ്റ്റ് റിസൾട്ടിന്റെ ലെവലിലേക്ക് വരുമ്പോഴേ നമ്മൾ അത് ചിന്തിക്കുള്ളൂ. ഈ പോസ്റ്റ് ഏതൊക്കെ പോസ്റ്റാണ്, എങ്ങനെയൊക്കെയാണ് അതിന്റെ കട്ട് ഓഫ്, എങ്ങനെയൊക്കെയാണ് ഓരോ കാറ്റഗറി വൈസ് ആണെങ്കിലും അതൊക്കെ വരുന്നത്, ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്. ഇപ്പോൾ ഒരു വേക്കൻസി, ഇപ്പോൾ സ്റ്റേറ്റ് വേക്കൻസി, എനിക്ക് ഈ പോസ്റ്റ് പ്രിഫറൻസിന്റെ ക്ലാസ് വന്നതിന് ശേഷമാണ് കേരളത്തിൽ ഇത്ര വേക്കൻസി, അല്ലെങ്കിൽ തമിഴ്നാട് ഇത്ര വേക്കൻസി, അങ്ങനെ ഒരു സ്റ്റേറ്റിന് ഇത്ര വേക്കൻസി ഉണ്ട്, അങ്ങനെ മറ്റേ നമ്മൾ ഓൾ ടുഗർ വേക്കൻസി നോക്കുള്ളൂ. ഞാൻ ആദ്യം ഇതിന്റെയൊക്കെ CGL-ന്റെ 2024-ന്റെ വേക്കൻസി വരുമ്പോൾ ജസ്റ്റ് എനിക്ക് വേണ്ട പോസ്റ്റ് ഇത് എത്ര വേക്കൻസി, ഏറ്റവും കൂടുതലുള്ള പോസ്റ്റ് ഏതാ അതാ നോക്കുക. അല്ലാണ്ട് റീജിയണൽ വൈസ് ഉള്ളത് അത് നമുക്ക് ഇൻഫർമേഷൻ കിട്ടാൻ മാക്സിമം എനിക്കൊന്ന് ടെലിഗ്രാം ചാനലിൽ കൂടെ ഒക്കെ അതിങ്ങനെ തപ്പിപ്പിടിച്ച് അങ്ങനെ നമുക്ക് ആക്സസിബിൾ ഉള്ളൂ. അല്ലാതെ ആക്സസിബിൾ അല്ല ഇല്ല. അപ്പൊ ഇങ്ങനെ ഒരു ഗൈഡൻസ് കിട്ടുന്നത് വളരെ ഹെൽപ്ഫുൾ ആണ്. ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട എഫേർട്ടാണ് ടീംമേറ്റ്സിന്റെ കാര്യം. എനിക്ക് തോന്നുന്നു കേരളത്തിൽ വേറൊരാൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അത് സന്ദേശ് സാറും ജയദീപ് സാറും രണ്ടുപേരും അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. വേറെ ഒരു അക്കാഡമിയും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ക്ലാസ് പോസ്റ്റ് പ്രിഫറൻസിന്റെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് തരുമായിരിക്കും. പക്ഷെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള അതിന്റെ ഒരു വർക്ക് ലൈഫ് ബാലൻസും എല്ലാ കാര്യങ്ങളും. എക്സാം കഴിഞ്ഞിട്ട് ഫൈനൽ സ്റ്റേജിലേക്ക് ഒരു DV സ്റ്റേജിലൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ടൈമാണ്. എന്തെങ്കിലും ചെറിയ ഒരു മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത്രയും സമയം പഠിച്ചത് വേസ്റ്റായി പോകേണ്ട ഒരു സമയം വരും. കാരണം ഒരു ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കലെത്തി കലടക്കുക എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്കായി പോകും. അപ്പോൾ ആ ഒരു സമയത്ത് DVയിൽ എനിക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള സന്ദേശ് സാറിന്റെ ഗൈഡൻസ് ആണ്. സാർ എനിക്ക് കുറേ കാര്യങ്ങളാണ് DVയിൽ എനിക്ക് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആയി തന്നത് ഒരു 80% കാര്യങ്ങളാണ് എനിക്കൊരു ക്ലാരിറ്റി തന്നിട്ടുള്ളത് സാറാണ്. അപ്പോൾ സാറോട് എനിക്ക് ഞാൻ വളരെയധികം താങ്ക്ഫുൾ ആണ്. അത് താങ്ക്സ്, എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എനിക്ക് പറഞ്ഞേ മതിയാവുള്ളൂ. ഇപ്പം കുറെ അറ്റംപ്റ്റ് നടത്തി, പിന്നെ ചില തോൽവികൾ ഉണ്ടായി, പക്ഷെ അവിടെ നിന്നൊക്കെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് നിങ്ങളെ ഒരു മനക്കരുത്തോണ്ട് മുന്നോട്ട് പോയി. നിങ്ങൾ ഈ ഒരു സമയത്ത് ഇതുപോലെ പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇതിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇപ്പൊ അവർക്ക് കൊടുക്കാൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു മെസ്സേജ്, സപ്പോർട്ടിങ് മെസ്സേജ് ഒന്ന് പറയാം.
ഒന്ന് നമ്മൾ ഈ SSC എന്ന് പറയുന്ന എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് അതാണ്. SSC എന്ന് പറയുന്ന ഒരു എക്സാമിനെ നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അതിനകത്ത് ഈ നമ്മൾ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ ആസ്പയർ ചെയ്യുന്ന ഒരു എക്സാമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫുൾ എഫേർട്ട് കഴിവിന്റെ പരമാവധി ഇട്ട് കഴിഞ്ഞാൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം മാത്രമാണ് SSC. പക്ഷെ അതിനകത്ത് നമ്മൾ എഫേർട്ടിൽ ചെറുതായിട്ടെങ്കിലും കുറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി നമ്മൾ ലക്ഷക്കണക്കിന് ആൾക്കാർ വേറെ രാവും പകലും കഷ്ടപ്പെട്ട് ഇത് പഠിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ പെർസീവറൻസും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് SSC. പിന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1% ആളുകളാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് 1% ആളുകൾ മാത്രമാണ് ഒരു വർഷം ക്ലിയർ ആവുന്നത്. അപ്പോൾ ആദ്യം അത് അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ അറ്റംപ്റ്റിന്റെ എണ്ണം എന്നുള്ളതല്ല, ഈ ഒരു 1% ഞാൻ വിട്ടില്ല ഈ വർഷം, അടുത്ത വർഷം ഞാൻ വിടണം എന്നുള്ള ലെവലിൽ വർക്ക് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക. കൂടുതൽ നമുക്ക് എന്തൊക്കെ ഓരോരുത്തർക്കും ഓരോ രീതിക്കുള്ള ഒരു കുറവുകളൊക്കെ ആയിരിക്കണം. നമ്മളെ കുറവുകൾ മനസ്സിലാക്കുക, അതിൽ വർക്ക് ചെയ്യുക. വേറൊരാളെ ജേണിയോ നമ്മൾ ഒരിക്കലും അത് കമ്പയർ ചെയ്യോ, വേറൊരാളെ സ്ട്രാറ്റജി കമ്പയർ ചെയ്യോ, അതുപോലെ ചെയ്യോ, എക്സാക്ട് അതുപോലെ ചെയ്യോ, അതൊന്നും ആവശ്യമില്ല. നമ്മൾ എവിടെയാണോ വീക്ക്, നമ്മളെ സ്ട്രോങ്, അത് ഐഡന്റിഫൈ ചെയ്യുക, അതിൽ വർക്ക് ചെയ്യുക. അത്രേ ആവശ്യമുള്ളൂ. SSC എന്തായാലും കിട്ടാണ്ടിരിക്കുന്ന എത്രയും വലിയൊരു ബാലികാറാമനായിട്ടുള്ള എക്സാം ഒന്നുമല്ല, കിട്ടും. 1920-കളിൽ എവറസ്റ്റ് കയറാൻ തുനിഞ്ഞിറങ്ങിയ ജോർജ് മെല്ലറുടെ വാക്കുകൾ ഞാൻ നോക്കുന്നു. അന്നത് കയറാൻ പോകുമ്പോൾ എല്ലാവരും ചോദിച്ചു അയാളോട്, എന്തിനാണ് താങ്കൾ എവറസ്റ്റ് കയറുന്നത് എന്ന്. അതിന് അദ്ദേഹം കൊടുത്തൊരു ചെറിയ മറുപടി, ബിക്കോസ് ഇറ്റ്സ് ദയർ, അത് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. സോ SSC എഴുതുന്ന എല്ലാവരും 1 വർഷമല്ല 2 വർഷമല്ല, നിങ്ങൾ ആഗ്രഹിച്ച ജോലി എത്തുന്നത് വരെ അത് നിങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുക. ബിക്കോസ് SSC is there. Thank you.